സംസ്ഥാന സുബ്രതോ കപ്പ് ടൂർണമെന്റ് അണ്ടർ 17 വിഭാഗത്തിൽ ജേതാക്കളായ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന് അനുമോദനമൊരുക്കി. സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്തു. ഫറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആയിഷ സ്വപ്ന ഉപഹാരം സമർപ്പിച്ചു. ഡൽഹിയിൽ നടക്കുന്ന ദേശീയ സുബ്രതോ കപ്പ് ടൂർണമെന്റിൽ അണ്ടർ 17 വിഭാഗത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന സംസ്ഥാന ചാമ്പ്യന്മാരായ ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനുള്ള യാത്രയയപ്പും കൂടിയായിരുന്നു അനുമോദന ചടങ്ങ്. സംസ്ഥാന സുബ്രതോ കപ്പിൽ തിരുവനന്തപുരം GV രാജ സ്പോർട്സ് സ്കൂളിൽ നടന്ന ഫൈനലിൽ MIC മലപ്പുറത്തെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഫറൂഖ് ഹയർ സെക്കൻഡറി സ്കൂൾ കിരീടം നേടിയത്. ആദി കൃഷ്ണയാണ് 17-ാം മിനിറ്റിലും 42-ാം മിനിറ്റിലും സ്കോർ ചെയ്തത്. അണ്ടർ 17 വിഭാഗത്തിൽ 3-ാം തവണയാണ് സ്കൂൾ ടീം ട്രോഫി നേടുന്നത്. സ്പോർട്സ് ലേഖകൻ കമാൽ വരദൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഫുട്ബോൾ ഇപ്പോൾ ആദ്യം മാറിയിട്ടുണ്ട്. ഫുട്ബോളിനെ ഫോളോ ചെയ്യുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയാം. നമ്മളെപ്പോഴും പറയാനുള്ള ഒരു കാര്യം 1956 നോക്കൂ എന്നാണ്. 1956 മെൽബൺ ഒളിമ്പിക്സിൽ സെമി ഫൈനൽ കളിച്ച ഒരു ടീമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അന്ന് ഒളിമ്പ്യൻ റഹ്മാൻ എന്ന് പറയുന്ന ഇതിഹാസം അതിന് കോഴിക്കോടിന്റെ സംഭാവനയാണ്. അതിനുശേഷം നമുക്ക് ഫുട്ബോളിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് DDE ശിവദാസൻ K ടീമിന് പുതിയ ജേഴ്സി കൈമാറി. മാനേജർ K കുഞ്ഞലവി അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് VM മൊയ്തീൻ അനുമോദന പ്രസംഗം നടത്തി. ഫറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആയിഷ സ്വപ്ന ഉപഹാര സമർപ്പണം നടത്തി. ഫറൂഖ് AEO ജീജ K, PTA പ്രസിഡന്റ് മഹബൂബ് തയ്യിൽ, RUA പ്രിൻസിപ്പൽ ഡോക്ടർ ഷഹദ് ബിൻ അലി, ഗോകുലം FC CEO ഡോക്ടർ അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.